നമസ്കാരം. ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇഡി റെയ്ഡിന് പിന്നിൽ VD-ED മോദി കൂട്ടുകെട്ടെന്ന് CPIM. ഇഡിയെ ഉപയോഗിച്ചുള്ള കേന്ദ്രത്തിന്റെ രാഷ്ട്രീയ പകപോക്കലാണ് ഇഡി റെയ്ഡെന്നും നേതാക്കൾ. കോൺഗ്രസും അവരുടെ നേതാവ് രാഹുൽ ഗാന്ധിയും ഇതിന് കൂട്ടുനിന്നെന്നും ആരോപണം. ഇഡി റെയ്ഡിനെതിരെ പാലക്കാട് നഗരത്തിൽ CPM-ന്റെ പ്രതിഷേധ പ്രകടനം. ഇഡി റെയ്ഡിന് പിന്നിൽ കോൺഗ്രസും BJP-യും തമ്മിലുള്ള ഡീലെന്നും റെയ്ഡിന് പിന്നിൽ വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും മുൻ മന്ത്രി MP രാജേഷ്. മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയുമായി 40 മിനിറ്റ് കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമാണ് റെയ്ഡെന്നും MP രാജേഷ്. ചെറുതുരുത്തിയിലും റെയ്ഡിനെതിരെ CPIM പ്രതിഷേധ പ്രകടനത്തിൽ കോൺഗ്രസിന്റെ ഫ്ലക്സ് ബോർഡുകളും കൊടിക്കാലുകളും വ്യാപകമായി നശിപ്പിച്ചു. പിണറായി വിജയനെ കുടുക്കാൻ CPM-ഉം DYFI-യും നടത്തിയ ആസൂത്രിത നാടകമാണ് ഇഡിക്ക് നേരെയുള്ള ആക്രമണമെന്ന് BJP നേതാവും നടനുമായ ദേവൻ. ഇഡിക്ക് നേരെയുള്ള ആക്രമണം മലയാളികൾക്ക് അപമാനം. പാർട്ടി പ്രവർത്തകർ ആക്രമണം നടത്തിയത് പിണറായി വിജയനെ ഒറ്റപ്പെടുത്താനെന്നും ദേവൻ. ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും ഓർമ്മ പുതുക്കി വലിയ പെരുന്നാൾ. പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകളും നമസ്കാര ചടങ്ങുകളും. മധുരം നൽകി ആഘോഷത്തെ വരവേറ്റു. വിവിധ ആരാധനാലയങ്ങളിൽ എത്തിയത് നൂറുകണക്കിന് വിശ്വാസികൾ. തൃശൂർ അമല നഗറിൽ ഓടിക്കൊണ്ടിരുന്ന KSRTC ബസ്സിൽ നിന്ന് തീയും പുകയും ഉയർന്നത് പരിഭ്രാന്തി പരത്തി. നെടുമങ്ങാട്ടുനിന്ന് സുൽത്താൻ ബത്തേരിക്ക് പോവുകയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. സംഭവം വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെ. വലിയൊരു അപകടം ഒഴിവായത് നാട്ടുകാരുടെ സമയോചിതമായ ഇടപെടലോടെ. തൃശൂരിൽ തീരദേശത്തു കൂടി ഒഴുകുന്ന കനോലി കനാലിൽ മലിനജലം കലർന്ന് വൻതോതിൽ കൂടുകൃഷിയിലെ മത്സ്യങ്ങൾ ചത്തുപൊന്തി. ആയിരക്കണക്കിന് മത്സ്യങ്ങൾ ചത്തുപൊന്തിയതോടെ മത്സ്യകർഷകർക്ക് ലക്ഷങ്ങളുടെ നഷ്ടം. ദുരിതത്തിലായത് പുഴയിൽ കൂടുകെട്ടി മത്സ്യകൃഷി ചെയ്യുന്ന 14ഓളം കർഷകർ. മത്സ്യകർഷകർക്ക് ഉടൻ നഷ്ടപരിഹാരം നൽകണമെന്ന് മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുമതി സുന്ദരൻ. ദളിത് യുവതിയെ ജോലി വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചെന്ന കേസിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന പാലക്കാട് നഗരസഭാ കൗൺസിലർ പ്രശോഭ C. വത്സൻ കീഴടങ്ങി. ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെയാണ് പ്രതി പാലക്കാട് സൗത്ത് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയത്. താമസ സ്ഥലത്തെത്തിച്ച് പീഡിപ്പിച്ചെന്നും ഉന്നത കോൺഗ്രസ് നേതാക്കളുമായുള്ള ബന്ധം ചൂണ്ടിക്കാട്ടി ഭീഷണിപ്പെടുത്തിയെന്നും ദളിത് യുവതിയുടെ പരാതി. വാർത്തകൾ വിശദമായി. ഇഡി റെയ്ഡിന് പിന്നിൽ VD-ED മോദി കൂട്ടുകെട്ടെന്ന് CPM. ഇഡിയെ ഉപയോഗിച്ചുള്ള കേന്ദ്രത്തിന്റെ രാഷ്ട്രീയ പകപോക്കലാണ് ഇഡി റെയ്ഡെന്നും നേതാക്കൾ പറഞ്ഞു. കോൺഗ്രസും അവരുടെ നേതാവും രാഹുൽ ഗാന്ധിയും ഇതിന് കൂട്ടുനിന്നെന്നും നേതാക്കൾ ആരോപിച്ചു. ഇഡി റെയ്ഡിനെതിരെ പാലക്കാട് നഗരത്തിൽ CPM-ന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടന്നു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ പരിശോധനയ്ക്കെതിരെ CPM-ന്റെ നേതൃത്വത്തിൽ പാലക്കാട് നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. മുഖ്യമന്ത്രി VD സതീശനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇഡിയും ഉൾപ്പെട്ട VD-ED മോദി കൂട്ടുകെട്ടാണ് പരിശോധനയ്ക്ക് പിന്നിലെന്ന് പ്രതിഷേധക്കാർ ആരോപിച്ചു. ഇഡി ഉപയോഗിച്ചുള്ള കേന്ദ്രത്തിന്റെ രാഷ്ട്രീയ പകപോക്കലാണ് പരിശോധന. കോൺഗ്രസും അവരുടെ നേതാവ് രാഹുൽ ഗാന്ധിയും അതിന് കൂട്ടുനിൽക്കുന്നു. ഇതുകൊണ്ടൊന്നും CPM-നെ തകർക്കാനാകില്ലെന്നും നേതാക്കൾ പറഞ്ഞു. പ്രതിഷേധം സംസ്ഥാന സമിതി അംഗം NN കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. ഈ രണ്ട് മുദ്രാവാക്യങ്ങൾക്ക് വേണ്ടിയിട്ട് സമരം തുടങ്ങും. 1940 ഈ മുദ്രാവാക്യം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി സെപ്റ്റംബർ മാസം 6-ാം തീയതി തലശ്ശേരി കടപ്പുറത്ത് ഇതുപോലെ ആയിരക്കണക്കിന് കമ്മ്യൂണിസ്റ്റുകാർ സമരം ചെയ്തു. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടണം എന്ന് പറഞ്ഞു. തലശ്ശേരി കടപ്പുറം തിരഞ്ഞെടുക്കാനുള്ള കാരണം മലബാർ ജില്ലയുടെ ആസ്ഥാനം കോഴിക്കോടായിരുന്നുവെങ്കിലും മലബാറിലെ ബ്രിട്ടീഷുകാരുടെ പട്ടാള കേന്ദ്രം തലശ്ശേരിയായിരുന്നു. ആ പട്ടാള കേന്ദ്രത്തിന് മുമ്പിൽ തന്നെ വേണം സമരം എന്നതുകൊണ്ടാണ് 1940 ആ സമരം തലശ്ശേരി കടപ്പുറത്ത് നടത്തിയത്. ആ സമരത്തിന് നേർക്ക് ബ്രിട്ടീഷ് പട്ടാളം വെടിവെച്ചു. അതാണ് കേരളത്തിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ 2 രക്തസാക്ഷികൾ. 1940 സഖാക്കൾ അബുവും ചാത്തുക്കുട്ടിയും 2 സഖാക്കളെ ബ്രിട്ടീഷ് പട്ടാളം വെടിവെച്ചു കൊന്നു. അത് കഴിഞ്ഞ് ഏതാനും ആഴ്ചകൾ കഴിഞ്ഞപ്പോഴാണ് മൊറാഴയിൽ ഇതുപോലെ ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് സമരം വലിയൊരു സമ്മേളനം വിളിച്ചു കൂട്ടിയത്. ആ സമ്മേളനം നിരോധിച്ചു ബ്രിട്ടീഷുകാർ. നിരോധനം ലംഘിച്ച് അവിടെ സമ്മേളനം ചേർന്നു. ആ സമ്മേളനത്തിന് നേർക്ക് പോലീസ് അതിക്രമമുണ്ടായി. ബ്രിട്ടീഷ് പോലീസാണെന്ന് ഓർക്കണം, ഇവിടുത്തെ പോലീസ് അല്ല. ബ്രിട്ടീഷ് പോലീസ് പട്ടാളത്തിന്റെ സഹായത്തോടു കൂടി ആക്രമണം തുടങ്ങും. ജനങ്ങൾ ചെറുത്തു നിന്നു. 3 പോലീസുകാർ കൊല്ലപ്പെട്ടു. അതിലെ ഒരു ഇൻസ്പെക്ടറായിരുന്നു പാലക്കാട്ടിൽ ലക്കിടിക്കാരൻ കുട്ടീഷ് മേനോൻ, കൊല്ലപ്പെട്ട ഒരു ഇൻസ്പെക്ടറായിരുന്നു. ആ കേസിലായിരുന്നു KPR ഗോപാലിനെ തൂക്കിക്കൊല്ലാൻ വിളിച്ചത് ബ്രിട്ടീഷ് കോടതി.
ഇന്ത്യയിൽ മാത്രമല്ല ലോകത്താകെ ജനങ്ങളുടെ പ്രതിഷേധമുണ്ടായി KPR ഗോപാലിനെ തൂക്കിക്കൊല്ലാൻ വിളിച്ചതിനെതിരായി. അന്ന് ബ്രിട്ടീഷ് പാർലമെന്റിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി MP മാരുണ്ടായിരുന്നു, ഹാരി പോളിറ്റും രജനി പാന്തത്തും ഒക്കെ. അവർ ബ്രിട്ടീഷ് പാർലമെന്റിൽ ഈ തൂക്കിക്കൊലപാതകത്തിനെതിരെ കോടതി വിധിക്കെതിരെ പ്രമേയം അവതരിപ്പിച്ചു. അങ്ങനെ KPR ഗോപാലിനെ തൂക്കിക്കൊല്ലാൻ നിശ്ചയിച്ചത് ജീവപര്യന്തം. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TK നൌഷാദ്, ഏരിയ കമ്മിറ്റി അംഗം K കൃഷ്ണകുട്ടി, ജില്ലാ കമ്മിറ്റി അംഗം CP പ്രമോദ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പിണറായിയുടെ വീട്ടിലെ ED റെയ്ഡിന് പിന്നിൽ കോൺഗ്രസ് BJP ഡീലാണെന്ന് മുൻ മന്ത്രി MP രാജേഷ് പറഞ്ഞു. റെയ്ഡിന് പിന്നിൽ വലിയ ഗൂഢാലോചനയാണ് ഉണ്ടായതെന്നും മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയുമായി 40 മിനിറ്റ് കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെയാണ് റെയ്ഡ് ഉണ്ടായതെന്നും MP രാജേഷ് കൂട്ടിച്ചേർത്തു. മുഖ്യമന്ത്രി VD സതീശനാണ് ഗൂഢാലോചനയ്ക്ക് നേതൃത്വം നൽകിയത്. അങ്ങനെയല്ലെങ്കിൽ മുഖ്യമന്ത്രി തെളിയിക്കട്ടെ എന്നും MP രാജേഷ് പറഞ്ഞു. ഉത്സവപ്പറമ്പിലെ പോക്കറ്റടിക്കാരനെ പോലെയാണ് VD സതീശൻ പെരുമാറിയതെന്നും MP രാജേഷ് പറഞ്ഞു. പാലക്കാട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോൺഗ്രസ് BJP സംയുക്ത നീക്കമാണ് പിണറായിക്കെതിരായിട്ട് നടന്നിട്ടുള്ളത്. അരവിന്ദ് കെജ്രിവാളിനെതിരായിട്ട് പരാതി കൊടുത്തത് PCC പ്രസിഡന്റായിരുന്നു, കോൺഗ്രസിന്റെ ഡൽഹി പ്രസിഡന്റായിരുന്നു. അതിനെ പിന്തുണയ്ക്കുകയാണ് കോൺഗ്രസ് ചെയ്തത്. അവസാന കേസ് എന്തായി നമ്മളെല്ലാവരും കണ്ടു. കോടതി വലിച്ചു കീറി ചവറ്റുകൊട്ടയിലിട്ടു. അതാണ് EDയുടെ വിശ്വാസ്യത എന്ന് ഓർക്കണം. ഇന്ത്യയിൽ ഏറ്റവും വിശ്വാസ്യതയില്ലാത്ത ഒരു അന്വേഷണ ഏജൻസി രാഷ്ട്രീയ വേട്ടയ്ക്ക് മാത്രം പൊതുഖജനാവിലെ പണം ഉപയോഗിച്ച് തീറ്റിപ്പോറ്റുന്ന ഒരു സംഘമാണ് ED. രാഷ്ട്രീയ ആവശ്യത്തിന് തുടലഴിച്ച് വിടുകയാണ് ഓരോ സ്ഥലത്തും. അതാണിപ്പോൾ ഇവിടെ കാണുന്നത്. ഡൽഹിയിൽ PCC പ്രസിഡന്റാണ് കെജ്രിവാളിനെ കൊടുക്കാനുള്ള ഗൂഢാലോചനയ്ക്ക് നേതൃത്വം കൊടുത്തതെങ്കിൽ കേരളത്തിൽ കോൺഗ്രസ് നേതാക്കളാണ്. മാത്യു കൊഴുനാടൻ ഉൾപ്പെടെയുള്ള ആളുകൾ അതിന്റെ ഭാഗമാണ്. അപ്പോൾ കോൺഗ്രസ് BJP ഡീൽ ആണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇതിന് കളമൊരുക്കാൻ വേണ്ടിയാണ് തെരഞ്ഞെടുപ്പ് കാലത്തുടനീളം മുഖ്യമന്ത്രി, ഇപ്പോഴത്തെ മുഖ്യമന്ത്രി VD സതീശൻ CPM BJP ഡീലെന്ന് ഉറക്കെ വിളിച്ചു കൂവിക്കൊണ്ട് നടന്നത്. ഉത്സവപ്പറമ്പിലെ പോക്കറ്റടിക്കാരനെ പോലെ. ഡീല് നേരത്തെ ഉണ്ടായിക്കഴിഞ്ഞിരുന്നു. തെരഞ്ഞെടുപ്പിൽ വളരെ തന്ത്രപരമായി BJP വോട്ട് മറച്ചു കൊടുത്തിട്ടുണ്ട്, കോൺഗ്രസ് അധികാരത്തിൽ വരുന്നു എന്ന് ഉറപ്പാക്കാൻ. അതിനുശേഷമുള്ള വേട്ട ഇപ്പം നടക്കുകയാണ്. ഇതിനെ നേരിടാൻ ഇടതുപക്ഷത്തിനറിയാം. ജനങ്ങളെ അണിനിരത്തി രാഷ്ട്രീയമായി നേരിടും, നിയമപരമായി നേരിടേണ്ടത് നിയമപരമായിട്ടും നേരിടും. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിലും മറ്റു വിവിധ സ്ഥലങ്ങളിലും ED പരിശോധന നടത്തിയതിൽ പ്രതിഷേധിച്ച് CPMന്റെ നേതൃത്വത്തിൽ ചെറുതുരുത്തിയിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. പ്രകടനത്തിൽ കോൺഗ്രസിന്റെ ഫ്ലക്സ് ബോർഡുകളും കൊടിക്കാലുകളും വ്യാപകമായി നശിപ്പിച്ചു. പ്രതിഷേധവുമായി കോൺഗ്രസ് രംഗത്തെത്തിയിട്ടുണ്ട്. പിണറായി വിജയനെ കുടുക്കാൻ CPMഉം DYFIയും നടത്തിയ ആസൂത്രിത നാടകമാണ് EDക്ക് നേരെയുള്ള ആക്രമണമെന്ന് BJP നേതാവും നടനുമായ ദേവൻ പറഞ്ഞു. EDക്ക് നേരെയുണ്ടായ ആക്രമണം മലയാളികൾക്ക് അപമാനമുണ്ടാക്കിയതായും പാർട്ടി പ്രവർത്തകർ ആക്രമണം നടത്തിയത് പിണറായി വിജയനെ ഒറ്റപ്പെടുത്താനാണെന്നും ദേവൻ പറഞ്ഞു. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, അവരുടെ പാർട്ടിയിൽ തന്നെ പിണറായി വിജയൻ സാറിനെ ഒറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. എല്ലാ കമ്മിറ്റികളിലും അത് വളരെ പ്രകടമായി നമ്മൾ കാണുന്നുണ്ട്. അവരുടെ ഒപ്പീനിയൻസ് തുറന്ന് പറയുന്നുണ്ട്. ഇതേവരെ നമ്മൾ കാണാത്ത ഒരു CPMന്റെ പ്രകടനങ്ങളാണ് നമ്മൾ കാണുന്നത്. അത് ഒരു ചീഫ് മിനിസ്റ്റർ, അത് പിണറായി വിജയനെ പോലെയുള്ള സർവശക്തനായ ഒരു മനുഷ്യനെതിരായിട്ട് അവരുടെ പാർട്ടിയിൽ തന്നെ ഒരുപാട് വിവിധ ഒപ്പോസിഷൻസ് ഉണ്ടാവുക. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് ആവരുത് എന്ന് പറയുക. അപ്പോൾ ഒരു സർവശക്തനായ ഒരു മനുഷ്യനെ അങ്ങനെ, അപ്പോൾ ആ ഒരു ശക്തനായ ഒരു മനുഷ്യന്റെ ബലഹീനത കുറച്ചും കൂടി കൂട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നത് ഇത് CPMഉം DYFIയും ഒത്തു കളിച്ചിട്ട് പിണറായി വിജയന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയൊരു നാടകം തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം. ലോകമെമ്പാടുമുള്ള ഇസ്ലാം മതവിശ്വാസികൾ ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും ഓർമ്മകൾ പുതുക്കി വലിയ പെരുന്നാൾ ആഘോഷിച്ചു. പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു. വിവിധ ആരാധനാലയങ്ങളിൽ എത്തിയത് നൂറുകണക്കിന് വിശ്വാസികൾ. ചെറുതുരുത്തിയിൽ നിന്നുമുള്ള ഒരു റിപ്പോർട്ടിലേക്ക്. പ്രത്യേകിച്ച് ലബനനിൽ അങ്ങനെയുള്ള രാഷ്ട്രങ്ങളിലൊക്കെ ഈ സമയത്തും അവിടുത്തെ മനുഷ്യർ അസ്വസ്ഥരായിക്കൊണ്ടിരിക്കുകയാണ്. ജീവിക്കാൻ ഗതിയില്ലാതെ അല്ലെങ്കിൽ ജീവിതം അവസാനിപ്പിക്കുന്നിടത്തേക്ക്, ലോകം അവരാക്കിക്കളഞ്ഞിടത്തേക്കാണ് നമ്മൾ ഇന്ന് വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുന്നത്, കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ നമ്മളോട് കുഞ്ഞുങ്ങളെ കൊന്നതുപോലെ
ഇറാഖിലെയും ഇറാനിലെയും മറ്റുള്ള രാഷ്ട്രങ്ങളിലെയൊക്കെ കുഞ്ഞുങ്ങളെയാണ്, ഫലസ്തീനിലെയൊക്കെ കുഞ്ഞുങ്ങളെയാണ് ഇന്ന് ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പശുവിന്റെ പേര് പറഞ്ഞ് പച്ചയായ ചെറുതുരുത്തി പയങ്കുളം റോഡ് 1-ാം മൈൽ നുസ്രത്തുൽ ഇസ്ലാം മസ്ജിദിൽ വലിയ പെരുന്നാൾ നമസ്കാരം നടന്നു. 100 വിശ്വാസികൾ പങ്കെടുത്തു. വ്യാഴാഴ്ച രാവിലെ പള്ളിമുഖ്രി റാഷിദ് സാഹിദി സുബൈ ബാങ്ക് വിളിച്ചതോടെ വിശ്വാസികൾ പള്ളിയിലെത്തി നമസ്കരിക്കുകയും തുടർന്ന് 8 മണിയോടെ പള്ളി ഖത്തീബ് അബ്ദുറഹ്മാൻ അക്സരി ഇന്ന് ലോകം നേരിടുന്ന വിപത്തിനെ പറ്റിയുള്ള സന്ദേശം നൽകി. തുടർന്ന് പെരുന്നാൾ നിസ്കാരത്തിന് നേതൃത്വം നൽകുകയും ചെയ്തു. നിസ്കാരത്തിന് ശേഷം വിശ്വാസികൾക്ക് മധുരപലഹാരങ്ങൾ നൽകി. ചെറുപ്പമെന്നോ വലിപ്പമെന്നോ പ്രായമില്ലാതെ എല്ലാവരെയും ആലിംഗനം ചെയ്യുകയും വലിയ പെരുന്നാൾ സന്ദേശം നൽകുകയും ചെയ്തു. പള്ളി പ്രസിഡന്റ് റിട്ടയർഡ് അധ്യാപകൻ MK മുഹമ്മദ്, ജനറൽ സെക്രട്ടറി പുറക്കോട്ടിൽ ഹംസ, ട്രഷറർ മുസ്തഫ, കിഴക്കേ പീടികയിൽ മറ്റു ഭാരവാഹികളും നേതൃത്വം നൽകി. തുടർന്ന് എല്ലാവരും ഗ്രൂപ്പ് ഫോട്ടോ എടുത്തും സന്തോഷം പങ്കിട്ടുമാണ് പിരിഞ്ഞത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഷൊർണൂർ നുസ്രത്തുൽ ഇസ്ലാം പള്ളിയിലും വലിയ പെരുന്നാൾ നിസ്കാരം നടന്നു. പ്രാർത്ഥനാ കർമ്മങ്ങൾക്ക് അർഷാദ് മുഹമ്മദ് നദ്വി നേതൃത്വം നൽകി. തൃശൂർ അമല നഗറിൽ ഓടിക്കൊണ്ടിരുന്ന KSRTC ബസ്സിൽ നിന്ന് തീയും പുകയും ഉയർന്നത് പരിഭ്രാന്തിക്കിടയാക്കി. നെടുമങ്ങാട് നിന്ന് സുൽത്താൻ ബത്തേരിക്ക് പോകുകയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമായത്. അമല ആശുപത്രിക്ക് സമീപം വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയായിരുന്നു സംഭവം. നാട്ടുകാരുടെ സംയോജിതമായ ഇടപെടലിൽ വലിയൊരു അപകടം ഒഴിവായി. ദളിത് യുവതിയെ ജോലി വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചെന്ന കേസിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന പാലക്കാട് നഗരസഭയിലെ കോൺഗ്രസ് കൗൺസിലർ പ്രശോഭ് C. വത്സൻ കീഴടങ്ങി. ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെയാണ് പ്രതി പാലക്കാട് സൗത്ത് പോലീസ് സ്റ്റേഷനിൽ എത്തി കീഴടങ്ങിയത്. താമസ സ്ഥലത്തെത്തി പീഡിപ്പിച്ചെന്നും ഉന്നത കോൺഗ്രസ് നേതാക്കളുമായി ഉള്ള ബന്ധം ചൂണ്ടിക്കാട്ടി ഭീഷണിപ്പെടുത്തിയെന്നുമാണ് ദളിത് യുവതിയുടെ പരാതി. മാർച്ച് 27-നാണ് ദളിത് യുവതി പ്രശോഭ് C. വത്സനെതിരെ ലൈംഗിക പീഡന പരാതി പാലക്കാട് ടൗൺ സൗത്ത് പോലീസിനും മുഖ്യമന്ത്രിക്കും നൽകിയത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ ബലാത്സംഗം, SC/ST പീഡന നിരോധന നിയമം എന്നിവ ഉൾപ്പെടെ ഗുരുതര വകുപ്പുകൾ ചുമത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. താമസ സ്ഥലത്തെത്തി പീഡിപ്പിച്ചെന്നും ഉന്നത കോൺഗ്രസ് നേതാക്കളുമായുള്ള ബന്ധം ചൂണ്ടിക്കാട്ടി ഭീഷണിപ്പെടുത്തിയെന്നുമാണ് പരാതിയിൽ ആരോപിക്കുന്നത്. പരാതി വന്നതോടെ പ്രശാബ് ഒളിവിൽ പോയിരുന്നു. തുടർന്ന് മണ്ണാർക്കാട് SC/ST കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരുന്നു. മെയ് 5-ന് കേസ് പരിഗണിച്ച കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി. തുടർന്നാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. മുൻകൂർ ജാമ്യം തള്ളിയതോടെ പ്രതി പാലക്കാട് ടൗൺ സൗത്ത് പോലീസ് സ്റ്റേഷനിൽ എത്തി കീഴടങ്ങുകയായിരുന്നു. മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രശോഭിനെ റിമാൻഡ് ചെയ്തു. പരാതി വന്ന ഉടനെ തന്നെ പ്രശോഭ് C. വത്സനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരുന്നു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃശൂരിൽ തീരദേശത്ത് കൂടി ഒഴുകുന്ന കനോലി കനാലിൽ മലിനജലം കലർന്ന വൻതോതിൽ കൂട് കൃഷിയിലെ മത്സ്യങ്ങൾ ചത്തുപൊന്തി. ആയിരക്കണക്കിന് മത്സ്യങ്ങൾ ചത്തു ഒടുങ്ങിയതോടെ മത്സ്യകർഷകർക്ക് ലക്ഷങ്ങളുടെ നഷ്ടങ്ങളാണ് ഉണ്ടായത്. പുഴയിൽ കൂടുകെട്ടി മത്സ്യകൃഷി ചെയ്തിരുന്ന 14ഓളം കൂട് കൃഷിയിലെ മത്സ്യങ്ങളാണ് ചത്തുപൊന്തിയത്. തൃശൂർ ജില്ലയിലെ മതിലകം, പടിയൂർ, ശ്രീനാരായണപുരം, വെള്ളാങ്കല്ലൂർ തുടങ്ങിയ പഞ്ചായത്തുകളിലൂടെ കടന്നുപോകുന്ന കനോലി കനാലിലാണ് വലിയ മലിനജലം കലർന്നത്. ഇതോടെ പുഴയിൽ കൂടുകെട്ടി മത്സ്യകൃഷി ചെയ്തിരുന്ന കർഷകരുടെ 14ഓളം കൂട് കൃഷിയിലെ മത്സ്യങ്ങളാണ് ചത്തുടങ്ങിയത്. കഴിഞ്ഞ ദിവസം മുതലാണ് മത്സ്യങ്ങൾ ചത്തുടങ്ങിയത്. പടിയൂർ പഞ്ചായത്തിലെ ബണ്ടുകൾ തുറന്നതോടെ ഷൺമുഖം കനാലിലൂടെ ഒഴുകിയെത്തിയ മലിനജലം കനോലി കനാലിൽ കടന്നതാണ് മത്സ്യങ്ങൾ ചത്തുപൊങ്ങാൻ കാരണമെന്ന് കർഷകർ പറയുന്നു. ഇത്തവണ നമ്മൾക്ക് നഷ്ടം വന്നതിൻ്റെ കാരണം വെച്ചാൽ പടിയൂർ പഞ്ചായത്ത് കെട്ടറ പുഴ തുറന്നിട്ട് വെള്ളം തിങ്ങുന്നിട്ട് തുറന്നിട്ടിട്ട് വെള്ളം അകത്തേക്കാണ് കയറിയത്, പുറത്തേക്കല്ല കയറിയത്. എന്താണെന്ന് അറിയില്ല, വിഷവെള്ളം വന്ന് മീനിനെ നശിച്ചുപോയി. ഞങ്ങൾക്ക് നല്ലൊരു പൈസ നഷ്ടമുണ്ട്. 14 കൂടുകളിലായി വളർത്തിയിരുന്ന കരിമീൻ, കാളാഞ്ചി തുടങ്ങിയ മത്സ്യങ്ങളാണ് ചത്തുപൊന്തിയത്. 150 ഗ്രാം മുതൽ 1 കിലോഗ്രാം വരെ തൂക്കമുള്ള മീനുകളാണ് കൂട്ടത്തോടെ ചത്തുപൊന്തിയത്. പെരുന്നാളിനോടനുബന്ധിച്ച് വിളവെടുക്കാനിരുന്നെന്നാണ് കർഷകർ പറഞ്ഞു. പുഴയിലെ വെള്ളം മലിനം കലർന്ന് ദുർഗന്ധം വമിക്കുന്ന നിലയിലാണ്. കൂടാതെ അറവ് മാലിന്യങ്ങളും മറ്റും പുഴയിൽ നിക്ഷേപിക്കുന്ന അവസ്ഥയുണ്ടെന്നും മലിനജലം മൂലം കേര കൃഷി ഉൾപ്പെടെയുള്ളവ നാശം സംഭവിച്ചതായും തൊഴിലാളികൾ പറയുന്നു. നമുക്ക് ഇത്രയും മീനുകൾ നഷ്ടപ്പെട്ട് അതിനുമായിട്ട് ഇപ്പോൾ ഒരു കെട്ടുകൾ തുറന്നതിൻ്റെ പേരിലുണ്ടായിരുന്ന സംഭവങ്ങൾ. അതുമാത്രമല്ല, ഈ കെട്ട് തുറന്നു കഴിഞ്ഞാൽ വെള്ളം ഒഴുകിപ്പോവാൻ ആ ഒരു ചാല് മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ എന്ന് വെച്ചാൽ കുഴിയില്ലെന്ന് വെച്ചാൽ ഇത് വിട്ട് കഴിഞ്ഞാൽ അരക്ക് മുട്ടുകാലിന് അത്രയും വെള്ളമുള്ളൂ. നമുക്ക് അതിനുള്ള ഒരു സംവിധാനം കൂടി ഫിഷറീസ് വകുപ്പ് ചെയ്തു തരേണ്ടതാണ്. കാരണം ഒട്ടും വെള്ളമില്ല. ഇവിടെ കൃഷിക്ക് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്ന വെള്ളങ്ങളുണ്ട്, പക്ഷെ അവിടെ വെള്ളമില്ല. അതായത് ഈ വേസ്റ്റ് സാധനങ്ങൾ, ഇറച്ചി വട്ടാരി, പിന്നെ പുഴയിൽ നിന്ന് പാലത്തിൻ്റെ മുകളിൽ നിന്ന് വരുന്ന വേസ്റ്റുകൾ, ഇതെല്ലാം വന്നടിഞ്ഞ് ഈ ഭാഗം മാത്രം ഒട്ടും കുഴിയില്ല.
ഇപ്പൊ കാലത്തൊക്കെ പോയാല് വഞ്ചി പുഴയിൽ വെള്ളം ചെളിതാന്നിരിക്കും, അത്രയും വെള്ളം കുറവാണ് ഈ പുഴയിലൊക്കെ. നമ്മൾ പല ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന വെള്ളവും കാര്യങ്ങളാണ്. ഇപ്പൊ ഈ ഒരു ബുദ്ധിമുട്ട് കണ്ടില്ല, ഇപ്പൊ ഞങ്ങൾക്ക് അറിയാലോ മീൻ ഇത്രയും ചത്ത് കിടന്ന് നമ്മളിപ്പോ വീട്ടിലായാലും നനയ്ക്കാനായാലും നമ്മൾ ഈ പുഴ തന്നെ എടുക്കണം. നമുക്ക് യാതൊരു ഉപകാരം എന്ന് പറഞ്ഞാൽ വെള്ളം കൊണ്ട് ഉപദ്രവം മാത്രമേ നമുക്ക് ഇനിയിപ്പോ ഉണ്ടായിട്ടുള്ളൂ ഈ ഒരു അവസ്ഥയിൽ. സംഭവം പറഞ്ഞ ഫിഷറീസ് വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയിരുന്നു. പുഴയിൽ നിന്നുള്ള ജലം ശേഖരിച്ച് പരിശോധന നടത്തുമെന്നും കർഷകർക്ക് നഷ്ടപരിഹാരം നൽകുവാനുള്ള നടപടികൾ കൈക്കൊള്ളുമെന്നും കൂഫോസ് രജിസ്ട്രാർ ദിനേശ് കൈപ്പിള്ളി, ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ സി സീമ എന്നിവർ പറഞ്ഞു. വെള്ള നിരീക്ഷണത്തിൽ നിന്ന് നല്ല കറുത്ത നിറമാണുള്ളത്. മാത്രമല്ല ഇവിടെ അടിയൊഴുക്കും അല്ലെങ്കിൽ ഒഴുക്കുമൊക്കെ വളരെ കുറഞ്ഞിരിക്കുന്നു. മണ്ണും എക്കലും അടിഞ്ഞുകൂടി ഇതിൻ്റെ ആഴത്തിന് വലിയ കുറവ് സംഭവിച്ചിട്ടുണ്ട്. ആ കുറവിൻ്റെ അടിസ്ഥാനത്തിൽ സമുദ്രത്തിൽ നിന്ന് വേലിയേറ്റം വഴി കയറി വരുന്ന വെള്ളത്തിൻ്റെ അളവ് വളരെ കുറയുന്നു. അതുപോലെ തന്നെ തിരിച്ച് ഒഴുക്കും കുറയുന്നു. അത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ തന്നെ ഇതിൻ്റെ ആവാസ വ്യവസ്ഥയ്ക്ക് വലിയ ദോഷം സംഭവിക്കുന്നുണ്ട്. ഇപ്പം കറുത്ത നിറം തന്നെ നമ്മൾ പ്രാഥമികമായും സൂചിപ്പിക്കുന്നത് വലിയ രീതിയിലുള്ള ഹൈഡ്രജൻ സൾഫൈഡിൻ്റെ സാന്നിധ്യമാണ്. ഇത് ഞാൻ ഏതെങ്കിലും ഒരു ഹൈഡ്രജൻ സൾഫൈഡിൻ്റെ സാന്നിധ്യം നമ്മൾ അത് സ്ഥിരീകരിച്ചു. പക്ഷേ അത് എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം ലബോറട്ടറി പരിശോധനകളിൽ കൂടെ മാത്രമേ കണ്ടുപിടിക്കാൻ കഴിയുകയുള്ളൂ. ബണ്ട് തുറക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ പടിയൂർ പഞ്ചായത്തുമായി ചർച്ച ചെയ്ത് പരിഹരിക്കാമെന്നും ഇവർ പറഞ്ഞു. മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുമതി സുന്ദരൻ സ്ഥലം സന്ദർശിക്കുകയും കർഷകർക്ക് സർക്കാർ മതിയായ നഷ്ടപരിഹാരം നൽകണമെന്നും ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കാരക്കാട് തോടിനു കുറുകെ പുതിയ തോട്ടുപാലം നിർമ്മിച്ചതോടെ ആറാണി ഐക്കോൺസ് റോഡ് ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു. പ്രവൃത്തികൾ നടക്കുന്ന സമയത്ത് 2 മാസത്തോളം ഇതുവഴി വാഹനങ്ങളെ കടത്തിവിട്ടിരുന്നില്ല. അതേസമയം പ്രവൃത്തികൾ പൂർണ്ണമായും പൂർത്തീകരിച്ചിട്ടില്ല. പാലത്തിന്റെ 2 വശങ്ങളിൽ കുറച്ചു ഭാഗം മെറ്റലിംഗ് നടത്തിയ ഭാഗങ്ങളിൽ ടാറിംഗ് പ്രവൃത്തികൾ നടപ്പാക്കാനുണ്ട്. ഈ ഭാഗങ്ങളിൽ 2 വശങ്ങളിലുമായി സൈഡ് ഭിത്തികളുടെ നിർമ്മാണവും നടത്തുന്നുണ്ട്. നേരത്തെ തോട്ടുപാലത്തിൽ വലിയ ഗർത്തം രൂപപ്പെട്ടതിനെ തുടർന്നാണ് പുതിയ പാലം നിർമ്മിച്ചത്. നഗരസഭയുടെ മെയിൻ്റനൻസ് ഫണ്ടിൽ നിന്നും 25 ലക്ഷം രൂപ ചിലവഴിച്ചാണ് തോട്ടുപാലം നിർമ്മിക്കുന്നത്. 7 മീറ്ററോളം നീളത്തിലും 4 മീറ്ററോളം വീതിയിലുമാണ് പാലം പണി കഴിപ്പിച്ചിരിക്കുന്നത്. എല്ലാ പ്രവൃത്തികൾ കൂടി പൂർത്തിയായാൽ തോട്ടുപാലത്തിന്റെ ഉദ്ഘാടനവും നഗരസഭ നടപ്പാക്കും. ഷൊർണൂരിൽ ഭാരതപ്പുഴയോരത്ത് കുട്ടികൾക്കായി ഒരു പാർക്കുണ്ട്. പക്ഷേ അറ്റകുറ്റപ്പണികൾക്കായി അടച്ചിട്ടിരിക്കുകയാണ്. ഇത്തവണത്തെ വേനലവധി കാലത്താകട്ടെ കുട്ടികൾക്ക് ആ പാർക്ക് ഫലപ്രദമായി ഉപയോഗിക്കാനായില്ല. എല്ലാ പ്രവൃത്തികളും പൂർത്തിയാക്കി പാർക്ക് തുറന്നുകൊടുക്കാൻ ഇനിയും കാത്തിരിക്കണം. ഷൊർണൂരിൽ നഗരസഭയുടെ നേതൃത്വത്തിൽ ഭാരതപ്പുഴയോരത്ത് ചേർന്ന് കുട്ടികൾക്കായി ഒരു പാർക്കുണ്ട്. പക്ഷേ പാർക്ക് അടച്ചിട്ടിരിക്കുകയാണ്. അറ്റകുറ്റപ്പണികൾക്കായാണ് ഇത് അടച്ചിട്ടിരിക്കുന്നത്. വേനൽ അവധിക്ക് ശേഷം ജൂൺ 1 സ്കൂൾ തുറക്കാൻ ഇനി 3 ദിവസമേ ബാക്കിയുള്ളൂ. ഇത്തവണത്തെ വേനൽ അവധിക്കാകട്ടെ ഈ പാർക്ക് കുട്ടികൾക്കായി ഫലപ്രദമായി ഉപയോഗിക്കാനായില്ല. നിർമ്മാണം പൂർത്തീകരിക്കാത്ത പാർക്കിന്റെ ദൃശ്യങ്ങൾ പെരുന്നാൾ ദിനത്തിൽ പകർത്തുമ്പോൾ കുട്ടികളുമൊത്ത് പലരും ഇവിടെ വന്ന് മടങ്ങിപ്പോകുന്നുണ്ടായിരുന്നു. ഒഴിവുവേളകൾ ആസ്വദിക്കാൻ പറ്റാത്ത വിഷമത്തിലായിരുന്നു കുട്ടികളുടെ മടക്കം. എല്ലാ പ്രവൃത്തികളും പൂർത്തിയാക്കി പാർക്ക് തുറന്നു കൊടുക്കാൻ ഇനിയും കാത്തിരിക്കണം. ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഒരാഴ്ച മുമ്പായിരുന്നു പാർക്ക് അറ്റകുറ്റപ്പണികളുടെ ഉദ്ഘാടനം നടന്നത്. എന്നിട്ടും വേനൽ അവധിക്ക് മുൻപായി പാർക്ക് തുറന്നു കൊടുക്കാൻ കഴിഞ്ഞില്ല. കുട്ടികൾക്ക് കളിക്കാനായി പുതിയ കളി ഉപകരണങ്ങളാണ് ഇവിടെ എത്തിച്ച് സ്ഥാപിച്ചിരിക്കുന്നത്. മുൻപ് ഇവിടെ പാർക്കുണ്ടായിരുന്നു, എന്നാൽ കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. ഉപകരണങ്ങൾ നശിച്ചതോടെയാണ് പാർക്കിൽ വീണ്ടും അറ്റകുറ്റപ്പണികൾ നടത്താൻ തീരുമാനിച്ചത്. ഇപ്പോഴാകട്ടെ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗമായി ബാത്റൂം സൗകര്യം, ഇരിപ്പിടത്തിനായി ഒരു ഷെഡ്, കൂടുതൽ കളി ഉപകരണങ്ങൾ എന്നിവയാണ് ഒരുക്കിയിരിക്കുന്നത്. ഇനി നിലത്ത് ടൈൽ പാകുന്നതടക്കമുള്ള ചില പണികളും പെയിന്റിംഗ് പ്രവൃത്തികളുമാണ് പൂർത്തിയാക്കാനുള്ളത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. LSS പരീക്ഷയിൽ വാടാനംകുറിശി ഗവൺമെന്റ് LP സ്കൂളിന് അഭിമാന നേട്ടം. 12 വിദ്യാർത്ഥികളാണ് വിദ്യാലയത്തിൽ നിന്ന് LSS നേടിയത്. സ്കൂളിന്റെ യശസ് ഉയർത്തിയ വിദ്യാർത്ഥികളെ പ്രധാന അധ്യാപിക KP ശോഭന അഭിനന്ദിച്ചു. നിൽ ബിജോയ്, KJ അധിഷ്ഠലക്ഷ്മി, അംജദ് റഹ്മാൻ, A ധനുജ്, PT നിരഞ്ജന, P ആരുഷി, V ഹൈദരലി, PS അനയ, P സ്നിഗ്ധ, P മുഹമ്മദ് മുസ്തഫ എന്നിവരാണ് LSS നേടിയത്. ജീവിത ട്രസ്റ്റും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഷൊർണൂർ യൂണിറ്റുമായി സഹകരിച്ച് അർഹരായ 25 കുട്ടികൾക്കുള്ള സ്കൂൾ ബാഗ്, കുട എന്നിവ വിതരണം ചെയ്യുന്നതിനായി ജീവിത ട്രസ്റ്റ് ചെയർപേഴ്സൺ സംയുക്ത കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റിൽ നിന്നും ഏറ്റുവാങ്ങി. ചടങ്ങിൽ യൂണിറ്റ് ജനറൽ സെക്രട്ടറി VS സുദേശ്, ട്രഷറർ VP സുരേന്ദ്രൻ, വൈസ് പ്രസിഡന്റുമാരായ VR ഷാജു,
MP രതീഷ് കുമാർ, മുഹമ്മദ് ബാവ, സെക്രട്ടറിമാരായ അരുൺകുമാർ, രാധാകൃഷ്ണൻ, VP ബാവ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ED റെയ്ഡിന് പിന്നിൽ VD-ED മോദി കൂട്ടുകെട്ടെന്ന് CPIM. EDയെ ഉപയോഗിച്ചുള്ള കേന്ദ്രത്തിന്റെ രാഷ്ട്രീയ പകപോക്കലാണ് ED റെയ്ഡെന്നും നേതാക്കൾ. കോൺഗ്രസും അവരുടെ നേതാവ് രാഹുൽ ഗാന്ധിയും ഇതിന് കൂട്ടുനിന്നെന്നും ആരോപണം. ED റെയ്ഡിനെതിരെ പാലക്കാട് നഗരത്തിൽ CPMന്റെ പ്രതിഷേധ പ്രകടനം. ED റെയ്ഡിന് പിന്നിൽ കോൺഗ്രസും BJPയും തമ്മിലുള്ള ഡീലെന്നും റെയ്ഡിന് പിന്നിൽ വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും മുൻ മന്ത്രി MP രാജേഷ്. മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയുമായി 40 മിനിറ്റ് കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമാണ് റെയ്ഡെന്നും MP രാജേഷ്. ചെറുതുരുത്തിയിലും റെയ്ഡിനെതിരെ CPIM പ്രതിഷേധ പ്രകടനത്തിൽ കോൺഗ്രസിന്റെ ഫ്ലക്സ് ബോർഡുകളും കൊടിക്കാലുകളും വ്യാപകമായി നശിപ്പിച്ചു. പിണറായി വിജയനെ കുടുക്കാൻ CPMഉം DYFIയും നടത്തിയ ആസൂത്രിത നാടകമാണ് EDക്ക് നേരെയുള്ള ആക്രമണമെന്ന് BJP നേതാവും നടനുമായ ദേവൻ. EDക്ക് നേരെയുള്ള ആക്രമണം മലയാളികൾക്ക് അപമാനം. പാർട്ടി പ്രവർത്തകർ ആക്രമണം നടത്തിയത് പിണറായി വിജയനെ ഒറ്റപ്പെടുത്താനെന്നും ദേവൻ. ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും ഓർമ്മ പുതുക്കി വലിയ പെരുന്നാൾ. പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകളും നമസ്കാര ചടങ്ങുകളും. മധുരം നൽകി ആഘോഷത്തെ വരവേറ്റു. വിവിധ ആരാധനാലയങ്ങളിൽ എത്തിയത് നൂറുകണക്കിന് വിശ്വാസികൾ. തൃശൂർ അമല നഗറിൽ ഓടിക്കൊണ്ടിരുന്ന KSRTC ബസ്സിൽ നിന്ന് തീയും പുകയും ഉയർന്നത് പരിഭ്രാന്തി പരത്തി. നെടുമങ്ങാട്ടു നിന്ന് സുൽത്താൻ ബത്തേരിക്ക് പോവുകയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. സംഭവം വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെ. വലിയൊരു അപകടം ഒഴിവായത് നാട്ടുകാരുടെ സമയോചിതമായ ഇടപെടലോടെ. തൃശൂരിൽ തീരദേശത്തു കൂടി ഒഴുകുന്ന കനോലി കനാലിൽ മലിനജലം കലർന്ന് വൻതോതിൽ കൂടുകൃഷിയിലെ മത്സ്യങ്ങൾ ചത്തുപൊന്തി. ആയിരക്കണക്കിന് മത്സ്യങ്ങൾ ചത്തുപൊന്തിയതോടെ മത്സ്യകർഷകർക്ക് ലക്ഷങ്ങളുടെ നഷ്ടം. ദുരിതത്തിലായത് പുഴയിൽ കൂടുകെട്ടി മത്സ്യകൃഷി ചെയ്യുന്ന 14ഓളം കർഷകർ. മത്സ്യകർഷകർക്ക് ഉടൻ നഷ്ടപരിഹാരം നൽകണമെന്ന് മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുമതി സുന്ദരൻ. ദളിത് യുവതിയെ ജോലി വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചെന്ന കേസിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന പാലക്കാട് നഗരസഭാ കൗൺസിലർ പ്രശോഭ C. വത്സൻ കീഴടങ്ങി. ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെയാണ് പ്രതി പാലക്കാട് സൗത്ത് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയത്. താമസ സ്ഥലത്തെത്തിച്ച് പീഡിപ്പിച്ചെന്നും ഉന്നത കോൺഗ്രസ് നേതാക്കളുമായുള്ള ബന്ധം ചൂണ്ടിക്കാട്ടി ഭീഷണിപ്പെടുത്തിയെന്നും ദളിത് യുവതിയുടെ പരാതി. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.